ഈ വീഡിയോയിൽ ഇപ്പോൾ നോക്കാൻ പോകുന്നത് നമ്മൾ സ്റ്റെയർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യും എന്നാണ്. നമുക്കിപ്പോൾ 3D ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റെയർ ഏരിയ അങ്ങനത്തെ അതിൻ്റെ താഴത്തെ യൂണിറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് കുറച്ച് 3Dയിൽ നമുക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള യൂണിറ്റുകളും കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം. പിന്നെ അതുപോലെ നമുക്ക് സ്റ്റെയർ യൂണിറ്റ് എങ്ങനെ നമ്മൾ സെറ്റ് ചെയ്യുന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ സ്റ്റെയറാണ് ഇപ്പോൾ ഞാൻ നോക്കുന്നത്. ഇപ്പോൾ എനിക്ക് ഈ വോളിൽ ഇങ്ങനെ ഒരു സ്റ്റെയർ വന്നിട്ട് ഇവിടെ ഒരു ലാൻഡിങ്, പിന്നെ ഇപ്പോഴത്തെ വോളിൽ കൂടി മേലോട്ടൊരു സ്റ്റെയർ. ഫസ്റ്റ് ഒരു ഫ്ലൈറ്റാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ആ ഫ്ലൈറ്റിൽ വരുന്നത് ഇവിടെ ഒരു സ്റ്റെപ്പ് വരും, പിന്നെ ഒരു ലാൻഡിങ്ങും. ആ ലാൻഡിങ്ങും സ്റ്റെപ്പും ഈ ഒരു വോളിൽ തന്നെ ആയതുകൊണ്ട് ഞാൻ ഈ ഒരു വോളിലാണ് അത് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനിപ്പോൾ വോൾ എഡിറ്ററിൽ പോയി, ഇതാണ് ഇപ്പോൾ എൻ്റെ ആ ഒരു വോള്. ആ വോളിൽ എനിക്കിപ്പോൾ ഞാൻ സ്റ്റെയർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇതിനകത്ത് കുറേ ടൂൾസ് ഉണ്ട്. ലൈൻ ഉണ്ട്, ആർക്ക് ഉണ്ട്, റെക്റ്റാങ്കിൾ, സർക്കിൾ, പാത്ത് ലൈൻ, അങ്ങനെ കുറച്ച്, പിന്നെ ഓഫ്സെറ്റ്, അങ്ങനെ കുറച്ച് ടൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് നമ്മളുടെ എക്സ്ട്രൂഷനാണ്. പിന്നെ ഇത് ലെങ്ത്ത് ഹൈഡ് ചെയ്യണത് ഓപ്ഷൻസാണ്. ഇത് ബ്രഷ്, നമുക്ക് മാച്ച് ചെയ്യാൻ പറ്റും, അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ ലൈൻ വരച്ചിട്ട് ഫസ്റ്റ് ഞാൻ സ്റ്റെയർ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഞാൻ എടുക്കുന്ന സ്റ്റെയർ 15, 25. ഇത് ഞാനിപ്പോൾ നോർമൽ നമ്മൾ സ്റ്റെയറിൻ്റെ സൈസാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. അപ്പോൾ ഞാനിപ്പം ഇതെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ നിന്ന് കണക്ട് ചെയ്ത് വരയ്ക്കാം. ഓക്കെ, ഞാനിതിപ്പോൾ ഇവിടെ വെച്ച് കണക്ട് ചെയ്തു. ഇങ്ങനെ ഇതിപ്പോൾ വോളിലാണെങ്കിൽ വോളിൽ ആ ലൈൻ കണക്ട് ചെയ്ത് വരച്ചാൽ മതി. ഇപ്പോൾ ഇത് ഇങ്ങനെ ഒരു എക്സ്ട്രൂഷൻ നമുക്ക് ഇവിടെ നമ്മൾ 90 നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഈ എക്സ്ട്രൂഷൻ നമുക്കിവിടെ കാണാൻ പറ്റും. അതായത് ഇങ്ങനെ താഴത്തെ ഒരു പോർഷൻ നമുക്ക്, അതായത് ഗ്യാപ്പ് ഇല്ലാതെയുള്ള പോർഷനാണിത്. കണ്ടോ, ഇങ്ങനെ നമുക്കൊരു പ്രൊജക്ഷനായിട്ട് വരും. ഇനി അതല്ല, നമുക്ക് ഉള്ളിലൊരു സ്റ്റോറേജ്, അത് ഒരു ഗ്യാപ്പായിട്ടുള്ള സ്റ്റെപ്പ് ഉണ്ടാവുമല്ലോ. അപ്പം ആ ഒരു സ്റ്റെപ്പ് നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിനകത്ത് നമ്മൾ സ്റ്റെപ്പ് ഞാൻ വരച്ചിട്ടുണ്ട്. ഇതിലിപ്പോൾ ഞാൻ ഓഫ്സെറ്റ് എടുക്കുകയാണ്. ഓഫ്സെറ്റ് എടുത്തിട്ട് നമുക്കൊരു സ്റ്റെപ്പിൻ്റെ ബേസ് സ്ലാബിൻ്റെ ലെങ്ത് വന്നിട്ട് 10 ആണ് കൊടുക്കുന്നത്. ഞാനത് 10 കൊടുത്തു. ബാക്കി ഇങ്ങനെ ഒരു ലൈനാണ് നമുക്ക് ക്രിയേറ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ ഇവിടെ നമ്മൾ പ്രൊജക്ഷൻ കൊടുത്തിട്ട് ഇവിടെ നമ്മൾ 0 കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു കട്ടിങ് ബോക്സ് പോലെ വരുള്ളൂ. കണ്ടോ, നടുക്കൊരു ബോക്സ് പോലെ. നമുക്ക് താഴത്തെ ആ ഒരു പോർഷൻ നമുക്ക് വേണ്ട. അപ്പോൾ നമുക്ക് അത് വേണ്ടെന്നാണെങ്കിൽ നമുക്ക് ഈ ലൈൻ ഇങ്ങനെ വരയ്ക്കാമെന്ന് വെച്ചാൽ ഒരു ലൈൻ എടുത്തിട്ട് ഈ ലൈൻ നമുക്ക് താഴേക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം. നമുക്കൊരു ലൈൻ വരച്ചിട്ട് ഇവിടെ നമുക്കൊന്ന് ലൈൻ കണക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു കണക്ഷൻ വരുമ്പം ഈ ഒരു ലൈൻ നമുക്ക് സെപ്പറേഷൻ വരും, അത് നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. ഇനി അതെല്ലാം നമ്മൾ നേരത്തെ ലൈൻ വരയ്ക്കാതെ ഈ ഒരു ലൈൻ മാത്രം സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്യുകയാണെങ്കിൽ അത് മൊത്തത്തിൽ പോകും. അത് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പം ലൈൻ വരച്ച് ചെയ്യുന്നത്. ഇപ്പോൾ ലൈൻ നമ്മളിങ്ങനെ വരച്ച് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ലൈൻ മാത്രമായിട്ട് സെപ്പറേഷൻ ആയിക്കോളും. പിന്നെ ഡിലീറ്റ് ആകുമ്പം ആ ഒരു ലൈൻ മാത്രമായിട്ട് ഡിലീറ്റ് ചെയ്ത് പോയിക്കോളും. ഇവിടെ ഒരു ലൈനും കൂടി വരയ്ക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇത് കിട്ടും. ഇനി നെക്സ്റ്റ് ഇതിൻ്റെ എക്സ്ട്രൂഷൻ നമ്മൾ 90 കൊടുത്തു. ഇനി എവിടെയാണോ ഗ്യാപ്പ്, നടുക്ക് ഒരു ഗ്യാപ്പ് ഉള്ളതെന്ന് വെച്ചാൽ അവിടെ നമുക്ക് 0 കൊടുക്കാം. അപ്പം ഇങ്ങനെ ഞാൻ കൊടുത്തിട്ട് നമ്മുടെ സ്റ്റെയർ വന്ന് ക്രിയേറ്റ് ആയിരിക്കുന്നത് ഇങ്ങനെയാണ്. കണ്ടോ, ഇപ്പോൾ ഈ ഒരു പാറ്റേൺ ആണ് ഞാനിപ്പോൾ ചെയ്തേക്കുന്നത്. ഇനി വേറൊരു പാറ്റേൺ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ലൈൻ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. പോയി.